നന്നായിട്ട് മാരിനേറ്റ് ചേർത്ത് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. എല്ലാവരും വിചാരിക്കും ഞാൻ എന്താ ഇവിടെയെന്ന്. ഇത് ഞങ്ങളുടെ വീട്ടിലുള്ള പേരമരമാണ്. നല്ല അത്യാവശ്യം നന്നായിട്ട് പേരയ്ക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇന്നൊരു പേരയില കൊണ്ട് ഒരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാം. വെറൈറ്റി ഒന്നുമല്ല, എല്ലാവരുടെയും വീട്ടിൽ ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ അതിനകത്ത് നമ്മളൊരു ട്വിസ്റ്റ് പോലെ ഈ പേരയില കൂടി ചേർക്കും. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാതെ. അപ്പോൾ നമ്മൾ ഇന്ന് പേരയില ചേർത്ത് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. പേരയില ചേർത്ത് കൂടി അരച്ച് നല്ല മാരിനേറ്റ് ചെയ്ത് വെച്ച് നമ്മൾ വറുത്തെടുക്കുന്ന നല്ല സ്വാദേറിയ ചിക്കൻ ഫ്രൈ. അപ്പം നോക്കാം. അപ്പോൾ നമ്മുടെ പേരയില ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നേരിട്ട് തന്നെ മിക്സിയിലേക്ക് എല്ലാം ചേർക്കുകയാണ്. ആദ്യമായി വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കാം. ഇതുപോലെ ഇഞ്ചി അരിഞ്ഞ് ചേർക്കാം. വെളുത്തുള്ളി മുഴുവനത്തോടെ തന്നെ ഇടാം. കുറച്ച് ക്രഷ് ചെയ്തിരിക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ്. ഒരു വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നമ്മൾ മുളക് പൊടി വേറെ ചേർക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ക്രഷിന് വേണ്ടിയിട്ടാണ്. പിന്നെ 2 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. കറിവേപ്പില ഒരു തണ്ടെടുത്തിട്ടുണ്ട്. തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ഒരു തക്കാളിയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അതും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ പേരയില എടുത്തിട്ടുണ്ട്. നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചിക്കൻ എത്രയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതും ഒന്ന് മുറിച്ചിടുക. അതോടൊപ്പം ഒരു ചെറിയ പകുതി നാരങ്ങാ നീര് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തന്നെ ചിക്കൻ മസാല പൗഡർ കൂടി ചേർക്കുകയാണ്. ഒരു ചെറിയൊരു സ്പൂൺ. പിന്നെ കുറച്ച് മല്ലിപ്പൊടി അതും ഒരു ചെറിയ സ്പൂൺ. കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മതി. കുരുമുളക് പൊടി, അതും ഒരു ചെറിയ സ്പൂൺ. നമ്മൾ ഇതിനകത്ത് മുളക് പൊടി നന്നായിട്ട് ചേർക്കും. അപ്പോൾ ബാക്കി എല്ലാ എരിവുള്ള കണ്ടന്റും വളരെ കുറച്ച് ചേർത്താൽ മതി. പിന്നീട് ഒരു വലിയ സ്പൂൺ മുളക് പൊടി. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് ചേർത്തിട്ട് വരാം. അപ്പോൾ നന്നായിട്ടല്ല, ഒരു ക്രഷ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ആ തക്കാളിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു വാട്ടറിൽ ഇത് കിടന്ന് അരഞ്ഞോളും. അതുപോലെ ഇറച്ചി ഞാനൊരു 4 പീസ് എടുത്തിട്ടുള്ളൂ, വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നന്നായിട്ട് നമുക്ക് ഈ മസാല ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇത് ചിക്കനിലേക്ക് കയറി പിടിക്കാനുള്ള കുറച്ച് തൈര് കൂടി ചേർക്കാം. ഒരു ചെറിയ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം. ഇപ്പം തന്നെ നമ്മുടെ ആ പേരയിലയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. മണം മാത്രമല്ല, നല്ല ടേസ്റ്റുമാണ്. നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു 2 മണിക്കൂറെങ്കിലും വെക്കണം. ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ അത്രയും നല്ലതാണ്. നന്നായിട്ട് മസാലയൊക്കെ ചിക്കൻ്റെ ഉള്ളിലോട്ട് നന്നായിട്ട് കയറി പിടിച്ചോളും. നമ്മൾ ആ വരഞ്ഞ പാർട്ടിലൊക്കെ നന്നായിട്ട് മസാല ഉള്ളിലോട്ട് തേച്ച് പിടിപ്പിച്ചെടുക്കണം. ഇതുപോലെ ഈ മസാലയുടെ രുചിയും പിന്നെ ആ പേരയിലയുടെ കണ്ടോ, പേരയില കിടക്കുന്ന കണ്ടോ, ഇതിൻ്റെയൊക്കെ ആ ഒരു രുചിയും കൂടി ആകുമ്പോഴുണ്ടല്ലോ
ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും അതുക്കും മേലെയാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലപോലെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നല്ലപോലെ തന്നെ തേക്കണം. ഇനി നമുക്കിത് 2 മണിക്കൂറിനേക്കിന് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ വറുക്കുന്നതിനാവശ്യമായ ഒരു ഇരുമ്പ് ചട്ടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി. അതിനകത്തേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞങ്ങളിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇരുമ്പിൻ്റെ പാൻ ആയതുകൊണ്ട് നന്നായിട്ട് ചൂടായതുകൊണ്ടാണ്. എണ്ണ അപ്പം തന്നെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ചിക്കൻ ഇതിലോട്ട്, നമ്മൾ 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനാണ്. അപ്പം നമുക്കിതിലോട്ട് ഓരോന്ന് വറുക്കാനായിട്ടും ഇടാം. സൈഡ് നന്നായി മൂത്തതിന് ശേഷം നമുക്ക് അപ്പുറത്തെ സൈഡ് തിരിച്ചിട്ട് അതേപോലെ തന്നെ നന്നായി മൂപ്പിച്ചെടുക്കണം. നമ്മുടെ അകത്തെ എല്ലാം പിടിച്ച് നന്നായിട്ട് മൂത്ത് വരണം. നമ്മുടെ പേരയിലെ ചിക്കൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഈ നാരങ്ങയൊക്കെ നന്നായിട്ട് പിഴിഞ്ഞങ്ങ് ഒഴിച്ച് ഒപ്പം കഴിച്ചാലുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ഈ പേരയില്ല എന്നൊക്കെ പറയുമ്പോൾ വിചാരിക്കും ഒരു ടേസ്റ്റും ഇല്ലയെന്ന്. പക്ഷേ അടിപൊളിയാട്ടോ. ഇതാ കണ്ടോ, ഒരു ചെറിയ കഷ്ണം പൊളിച്ചെടുത്ത് കാണിക്കുക. നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു ഫ്രൈ ആണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ക്രിസ്മസ് ദിനത്തിൽ, ഈ വരാൻ പോകുന്ന ക്രിസ്മസ് ദിനത്തിൽ നിങ്ങൾ ഈ പേരയിൽ എപ്പോഴും ചിക്കൻ ഫ്രൈ ഉണ്ടാക്കത്തില്ലേ, അപ്പം നിങ്ങൾ ഇത്തവണ ഈ പേരയിൽ അരച്ച് ചേർത്തിട്ടുള്ള ഈ ചിക്കൻ ഫ്രൈ ഉറപ്പായിട്ടും പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഏവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ന്യൂ ഇയർ ആശംസകൾ.